നല്ല കിടുക്കാച്ചി മത്തിയച്ചാറായാലോ. നമുക്ക് വേഗം വീഡിയോയിലേക്ക് കിടക്കാം. വെൽക്കം ടു കിവി മലയാളീസ് യൂട്യൂബ് ചാനൽ. നാട്ടിലെ പോലെ ഫ്രഷ് മത്തി ഇവിടെ അധികം അവൈലബിൾ അല്ല. അതുകൊണ്ട് ന്യൂസിലാൻഡിലുള്ള പാക്ക് ആൻഡ് സേവ് ഗ്രോസറി ഷോപ്പിൽ നിന്ന് ഫ്രോസൺ മത്തിയാണ് ഞങ്ങൾ ഇന്ന് എടുക്കുന്നത്. ഒരു പാക്കറ്റിൽ 7 മീനാണുള്ളത്. ഞങ്ങളിവിടെ അച്ചാറിടാനായിട്ട് ടോട്ടൽ 10 മീനാണ് എടുത്തിട്ടുള്ളത്. സംഗതി ഫ്രോസൺ ആണെങ്കിലും ഫ്രഷ് മീനിൻ്റെ ആ ഒരു ടേസ്റ്റും വൈബും ഒക്കെ കിട്ടാറുണ്ട്. അതുപോലെ തന്നെ നല്ല നെയ്യുള്ള വലിയ മത്തി തന്നെയാണ് കിട്ടാറുള്ളത്. അങ്ങനെ മീനൊക്കെ നല്ലപോലെ കഴുകി വൃത്തിയാക്കി ചതമ്പലൊക്കെ കളഞ്ഞ് തലയും വാലൊക്കെ കട്ട് ചെയ്ത് ക്ലീനാക്കി മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് വൃത്തിയാക്കി വെച്ച മീനുകളെ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്യാം. ഓരോരുത്തർക്ക് അവരവരുടെ ഇഷ്ടത്തിന് കട്ട് ചെയ്യാം കേട്ടോ. ചെറിയ ചെറിയ കഷ്ണങ്ങളായ പൊടിഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. ഞങ്ങളിവിടെ വലിയ മീനായതുകൊണ്ട് തന്നെ ഒരു മീനെ 5 പീസായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, വേപ്പില, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മാറ്റി വെച്ചിരിക്കുന്ന മത്തിയിലോട്ട് ഇട്ടതിന് ശേഷം നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം. മീനിൻ്റെ ഉള്ളിലോട്ടൊക്കെ ഈ പൊടികളും ഉപ്പും നന്നായി പിടിക്കുന്നതിന് ഞങ്ങളിവിടെ കൈകൊണ്ട് തന്നെയാട്ടോ മാരിനേറ്റ് ചെയ്യുന്നത്. ഇനി ഇത് ഒരു 15 to 30 മിനിറ്റ്സ് ഫ്രിഡ്ജിലോട്ട് എടുത്ത് വയ്ക്കാം. അതിനുശേഷം ആവശ്യത്തിന് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, 3 വറ്റൽമുളക്, കറിവേപ്പില അരിഞ്ഞ് മാറ്റി വയ്ക്കാം. ഒരു ഫ്രൈ പാൻ എടുത്ത് ചൂടായതിനു ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ഈ വെളിച്ചെണ്ണയിലോട്ട് മാരിനേറ്റ് ചെയ്ത മത്തി ആഡ് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ശരിക്കും അച്ചാറിടാനായിട്ട് നല്ലെണ്ണയാണ് വെളിച്ചെണ്ണയെക്കാളും നല്ലത്. നല്ലെണ്ണ ആണെങ്കിൽ അച്ചാർ കുറേയും കൂടെ ലാസ്റ്റ് ചെയ്യും. ഞങ്ങളിവിടെ 2 പേരുള്ളൂ, 10 മീനാണ് എടുത്തിട്ടുള്ളൂ. ഈ അച്ചാർ ഞങ്ങൾക്കൊരു 2 to 3 days മാക്സിമം. അതുകൊണ്ടാട്ടോ വെളിച്ചെണ്ണ എടുത്തേ. അങ്ങനെ മീനിൻ്റെ ഒരു സൈഡ് ആയതിനു ശേഷം മറ്റേ സൈഡിലോട്ട് മറച്ചിട്ട് കൊടുക്കാം. ശരിക്കും കുട്ടികളൊക്കെയുള്ള വീട്ടിൽ അച്ചാറിടാനായിട്ട് മീനിൻ്റെ മുള്ള് മാറ്റിയതിന് ശേഷം വറുക്കാനാണ് ഞാൻ പ്രിഫർ ചെയ്യും. അപ്പം അങ്ങനെ മീനൊക്കെ നല്ലപോലെ ഫ്രൈ ആയതിനു ശേഷം അത് കോരിയെടുത്ത് വേറൊരു പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം. അതേ വെളിച്ചെണ്ണയിലോട്ട് 1 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് എല്ലാം പൊട്ടിയതിന് ശേഷം അതിലോട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞ് മാറ്റി വെച്ച വെളുത്തുള്ളി ആവശ്യത്തിന്, ഇഞ്ചി, പച്ചമുളക് ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായി വഴറ്റിയെടുക്കാം. ഈ സമയത്ത് മീഡിയം ഫ്ലെയിമിലിടാനായിട്ട് ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് മാറ്റി വെച്ച വറ്റൽമുളക് ആഡ് ചെയ്ത് എല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കായപ്പൊടി, കുറച്ച് അച്ചാർ പൊടി, പിന്നെ കുറച്ച് ഉലുവാപ്പൊടി, ആവശ്യത്തിന് കുരുമുളക് പൊടിയും, ഇനി കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് എല്ലാം ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്യാം കേട്ടോ. ഈ ടൈമിൽ ഫ്ലെയിം ലോ ആക്കുന്നത് പൊടികൾ കരിഞ്ഞു പോകാതിരിക്കാൻ നല്ലതായിരിക്കും. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു മെഷറിംഗ് കപ്പ് വിനെഗർ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം വറുത്ത് മാറ്റി വെച്ച മത്തി ഈ മിക്സ്ചറിലോട്ട് ഇട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക. ഈ പ്രോസസ്സ് ഒരു മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ നമ്മൾ ചെയ്ത്. ഫൈനലി നല്ല സിമ്പിൾ ആൻഡ് ടേസ്റ്റി മത്തി അച്ചാർ റെഡി. ഈ ഒരു അച്ചാർ ഉണ്ടെങ്കിൽ പാത്രം കാലിയാകുന്ന വഴി അറിയില്ല കേട്ടോ. അത്രയ്ക്ക് രുചിയാണ്. ഒരു മസ്റ്റ് ട്രൈ ഐറ്റം എന്ന് തന്നെ പറയാം. എല്ലാവരും ഒരു തവണ എങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ. ഞങ്ങളുടെ ആദ്യത്തെ വീഡിയോ ആയതുകൊണ്ട് തന്നെ അതിൻ്റേതായ പോരായ്മകളൊക്കെ വീഡിയോ പ്രസൻറ്റേഷനിലും എൻ്റെ സംസാരത്തിലും ഒക്കെ കാണാം കേട്ടോ. എല്ലാവരും ക്ഷമിക്കണം, സജഷൻസും പറയണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ സൈഡിൽ കാണുന്ന ബെല്ലൈക്കണിൽ പോയി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒരു ലൈക്കും ഒരു ഷെയറും ചെയ്യണേ. പ്ലീസ് ഡു വാച്ച് കിവി മലയാളീസ് യൂട്യൂബ് ചാനൽ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബായ്.